ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വെഡ്ഡിങ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഹൽദി വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അച്ഛൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ ഹൽദി ആയിരുന്നു. ഹൽദിയും ഫ്രൈഡേ ആയിരുന്നു. അതുകൊണ്ട് ചേട്ടന് വർക്കിംഗ് ആയതുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് നമ്മൾ ഹൽദിക്ക് പോയത്. അന്ന് നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫംഗ്ഷൻസ് എല്ലാം വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു. ഹൽദിക്ക് അച്ഛൻ നമുക്ക് തന്ന കളർ കോഡ് ബ്ലൂ ആയിരുന്നു. ഓൾറെഡി ഞാൻ വെഡ്ഡിങ് പർച്ചേസിൽ നമ്മൾ പരാഗ് ഫാഷനിൽ നിന്നൊരു ബ്ലൂ മെറ്റീരിയൽ എടുത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല നമ്മുടെ ഡാൻസ് വീഡിയോയിൽ നമ്മുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി നമ്മളന്ന് മെറ്റീരിയൽ എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ഷരാറ അത്രയും ഫ്ലെയർ ഇട്ട് തയ്ക്കാൻ പറ്റിയില്ല. അങ്ങനൊരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് പോയി ചോദിക്കണമായിരുന്നു എത്ര മെറ്റീരിയൽ വേണമെന്ന്. പക്ഷേ അത് നമ്മൾ ചെയ്തില്ല. അതാണ് അവിടെ വന്ന മിസ്റ്റേക്ക്. ഓക്കെ, അതൊക്കെ പോട്ടെ, നമുക്ക് ഫംഗ്ഷനിലേക്ക് കിടക്കാം. ഹൽദി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒരു സംഭവത്തിൽ ഇരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് മഞ്ഞൾ തേക്കും, അതുപോലെ തന്നെ സ്വീറ്റ്സും കൊടുക്കും. അച്ഛൻ്റെ പേരൻസ് ഗ്രൂമിനും ഗ്രൂമിൻ്റെ പേരൻസ് അച്ഛനും ആണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പോസിറ്റാണ് ഈ മഞ്ഞൾ തേക്കുന്നതും സ്വീറ്റ്സ് കൊടുക്കുന്നതും. ആക്ച്വലി എൻ്റെ ഹൽദിയൊക്കെ ഭയങ്കര തട്ടിക്കൂട്ട് ഹൽദി ആയതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രൂമും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വേറൊരാളുടെ ഹൽദിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഹൽദിയുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അച്ഛൻ്റെ ഹൽദിക്കാണ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയെടുത്തത്. പിന്നെ ഓരോ ഫാമിലി മെമ്പേഴ്സായിട്ട് വന്ന് സ്വീറ്റ്സ് കൊടുക്കാനും അതുപോലെ തന്നെ മഞ്ഞൾ തേക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും നോർമലി യെല്ലോ ആണല്ലോ ചൂസ് ചെയ്യുന്നത് ഹൽദിക്ക്. പക്ഷെ അച്ചു വെറൈറ്റി ആയിട്ട് ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഇപ്പം ആ ഒരു യെല്ലോ എന്നൊരു ചേഞ്ചൊക്കെ വരുന്നുണ്ടല്ലേ. എല്ലാവരും വേറെ വേറെ കളറൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ എല്ലാവരും യെല്ലോ തന്നെയായിരുന്നു ഹൽദിക്ക് ചൂസ് ചെയ്തിരുന്ന കളർ. എൻ്റെ ഹൽദി പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഹൽദിയാണ്. ആ ഹൽദിയുടെ ഡേ തന്നെയാണ് നമുക്കൊരു ഹൽദി നടത്താം. എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം ചേട്ടനൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് അങ്ങനെ വലിയ രീതിയിലൊരു ഹൽദിയായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് നടത്തിയത് കൊണ്ട് അവിടെ കിട്ടിയ ആളുകളെയും കിട്ടിയ സാധനമൊക്കെ വെച്ചൊരു തട്ടിക്കുട്ടി ഹൽദിയായിരുന്നു. എൻ്റെ ഹൽദിയുടെയൊക്കെ ഒരു വ്ളോഗ് ഞാൻ ആദ്യമേ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ചേച്ചിയുടെ ഒരു പഴയ ഡ്രസ്സാണ് എൻ്റെ ഹൽദിക്ക് വെയർ ചെയ്തത്. അത്രയ്ക്ക് പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു. പക്ഷേ ഫോട്ടോസൊക്കെ കണ്ടപ്പം എല്ലാവർക്കും യെല്ലോ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു, അയ്യോ നമ്മൾ പ്ലാൻ ചെയ്ത് ഹൽദി നടത്തിയതാണോ. ഒരുപാട് പേരൊന്നും വിളിച്ചില്ല. അവിടെ കിട്ടിയ ആൾക്കാരും കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് എൻ്റെ ഹൽദിയൊക്കെ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ സ്റ്റിൽ ആ ഫോട്ടോ കാണുമ്പോൾ അതൊരു മെമ്മറിയാണ്. ഇത്രയും വർഷം കഴിയുമ്പോഴും ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൽദി അങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ളൊരു മെമ്മറി എനിക്ക് വരാറുണ്ട്. അങ്ങനെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും സിബ്ലിങ്സ് ആണ് ഈ മഞ്ഞൾ തേക്കുന്നതും സ്വീറ്റ്സ് കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് സ്വീറ്റ്സ് കൊടുക്കാനും മഞ്ഞൾ തേക്കാനൊക്കെ തുടങ്ങി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡാൻസ് പ്രാക്ടീസിനും പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനും കൂടി വന്നത് ഈ ഹൽദിക്കായിരുന്നു. അപ്പോൾ ഹൽദിയുടെ ദിവസമാണ് നമ്മളെല്ലാവരും കൂടി നിന്ന് നമ്മൾ ഡാൻസ് ഒന്ന് കളിച്ച് നോക്കിയത് തന്നെ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഡാൻസ് ആയിരുന്നു നമ്മുടെ ആ ഡാൻസ്. സത്യം പറഞ്ഞാൽ അച്ചു നമ്മളോട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യവും അതുപോലെ ഡ്രസ് കോഡിൻ്റെ കാര്യങ്ങളെല്ലാം. പക്ഷേ നമുക്ക് വേറെ ഒരുപാട് തിരക്കുകൾ വന്നതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ഡിലേ ആയിട്ട് എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത കാര്യം, ഇൻക്ലൂഡിങ് ഡ്രസ്സ് വരെ ആണെങ്കിലും നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിൽ വരുന്ന സംഭവങ്ങളായിരുന്നു. ഇതാണ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഫാമിലി. ഇപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ ലൈവിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു വെഡ്ഡിങ് വ്ളോഗ്സിൻ്റെ ബാക്കി പാർട്സൊക്കെ എന്ത് ചെയ്യുന്നു. ഞാൻ എല്ലാം എഡിറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. പക്ഷെ വോയിസ് ഓവർ ചെയ്യാനുള്ള താമസം കാരണമാണ് കേട്ടോ കുറച്ച് വൈകിപ്പോയത്. വേറെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തിരക്കുകൾ വന്നു പോയി. അതാണ് എനിക്ക് ഇത്രയും ഡിലേ ആയത്. പിന്നെ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാറിയിരുന്ന് വീഡിയോ എടുക്കുകയാണ്. ചേട്ടൻ അതിനെന്തോ പറഞ്ഞതാണ്. പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് മഞ്ഞളും അതുപോലെ തന്നെ സ്വീറ്റ്സും കൊടുക്കാൻ തുടങ്ങി. ആക്ച്വലി എനിക്ക് മിസ്സായിപ്പോയ സംഭവം എന്ന് വെച്ചാൽ ഞാനും ചേച്ചിയൊക്കെ ഒരുപോലെ കുറേ ഡ്രസ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും നമ്മുടെ ഒരു പിക്ചർ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഡ്രസ്സിൻ്റെ തന്നെ നമ്മുടെ കയ്യിലൊരു ഫോട്ടോ ഇല്ല. ഈ വീഡിയോസ് ഉള്ളതല്ലാണ്ട് വേറെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നുമില്ല. ബ്രൈഡ് ടു ബിയും നമ്മൾ സെയിം ഡ്രസ്സായിരുന്നു. പക്ഷേ അതിൻ്റെയും ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രൈഡ് ടു ബിക്ക് പിന്നെ ചേട്ടൻ ഇല്ലായിരുന്നു ഫോട്ടോ എടുത്ത് തരാൻ. പിന്നെ ഹൽദിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല. വെഡ്ഡിങ്ങിൻ്റെ അന്ന് കുറച്ച് ഫോട്ടോ എടുത്തു, റിസപ്ഷൻ്റെ അന്നും കുറച്ച് ഫോട്ടോ എടുത്തു. ആ കുറച്ച് ഫോട്ടോസ് അല്ലാണ്ട് നമ്മൾ ഒരുപോലെ ഇട്ട് ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇനി അമ്മ പോവാണ് മഞ്ഞൾ തേക്കാൻ. അമ്മയും ചിറ്റയാണ്. എല്ലാവരും അച്ചു പറഞ്ഞതുപോലെ വാക്ക് പാലിച്ച് ബ്ലൂ ഒക്കെ തന്നെയാണ് വെയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് ചിറ്റയുടെ പേര് ഞാൻ വ്ളോഗിൽ പറയുന്നില്ല.
തേക്കുന്നില്ല എന്ന് ചിറ്റയ്ക്ക് പരാതിയുണ്ട്. ചിറ്റയാണ് ഇതാ ഈ മഞ്ഞൾ തേക്കുന്നത് കേട്ടോ. ഇത് രാജചേച്ചി. എല്ലാവരും എന്താ ബ്ലൂ കളർ തന്നെയാണ്. ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സ് ആയിരുന്നു. നമ്മളോട് ലൈറ്റ് ഷെയ്ഡാന്ന് തോന്നുന്നു അവൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് ഇതായി ഒരു പീക്കോ ബ്ലൂ ആയിരുന്നു. ഇത് ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കൊരു കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചായിരുന്നു ഈ ഒരു ഷെയ്ഡ്. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോയപ്പോഴാണ് ഷറാറയ്ക്ക് നല്ല ഫ്ലെയർ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 3 മീറ്ററെങ്കിലും വേണം. എൻ്റെതൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്താണ് അവർ സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഉണ്ടായിരുന്നു നമ്മുടെ സെയിം ഷറാറ സെറ്റ്. പക്ഷെ എന്താണ് മിസ്സിങ് ആയി പോയത്, ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒരു മിസ്സിങ്. പിന്നെ ചേച്ചിയും മീനൂട്ടിയുടെ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും എന്താ മഞ്ഞൾ തേക്കുന്നുണ്ട്. ചേട്ടൻ എല്ലാവരുടെയും വീഡിയോ എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പോകാൻ പേരുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചേച്ചി ഒന്നും കൂടി പറഞ്ഞു വിട്ടു. അങ്ങനെ ദാ ചേട്ടനും മഞ്ഞൾ തേക്കാണ്. ചേട്ടൻ പോകുന്നില്ല പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പുറത്തെ സൈഡിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി ചേച്ചി ഇവിടെ ഗ്രൂമിന് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ചേച്ചിയെ നമ്മൾ ബ്രൈഡിൻ്റെ അടുത്തോടെ ഒന്നുകൂടെ വിട്ടു. അങ്ങനെ ദാ ചേട്ടൻ്റെ സെക്ഷനോടെ കഴിഞ്ഞപ്പം മഞ്ഞളിൻ്റെയും സ്വീറ്റ്സിൻ്റെയും സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി അവിടെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യത്തെ ഗെയിം ഉണ്ടായിരുന്നത് ഗ്രൂമിൻ്റെ കണ്ണ് കെട്ടിയിട്ട് ബ്രൈഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് ഗേൾസൊക്കെ നിരന്ന് നിന്ന് ദാ ഗ്രൂമിൻ്റെ അടുത്തിട്ട് പോകുന്നുണ്ട്. ഗ്രൂമിൻ്റെ കണ്ണൊക്കെ കെട്ടി ഓരോരുത്തരായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ബ്രൈഡൊന്ന് പോയിട്ട് ഗ്രൂം കണ്ടുപിടിച്ചില്ല. പിന്നെ നെക്സ്റ്റ് ടൈം പോയപ്പോൾ കണ്ടുപിടിച്ചു കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കാത്തത് കോപ്പിറൈറ്റ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട്. കാരണം സോങ്സ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്തായാലും ഞാൻ വോയിസ് തന്നെ കൊടുത്തേക്കാം കേട്ടോ. ഇത്രയും പേരുടെ ഇടയ്ക്ക് ബ്രൈഡിനെ കണ്ടുപിടിക്കാൻ കുറച്ചധികം ഡിഫിക്കൽട്ടാണല്ലേ. എന്നാലും നമ്മുടെ ഗ്രൂം നമ്മുടെ ബ്രൈഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വായോ. എന്തായാലും ഞാൻ വോയിസ് ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. അല്ല, ഇത് അച്ഛൻ്റെ കയ്യിലെന്നാണ് അപ്പോൾ പറയുന്നത്. അടുത്ത കേൾ വരട്ടെ. അല്ല, ഓക്കെ, അടുത്ത കേൾ വരട്ടെ. ഇതുമല്ല. നെക്സ്റ്റ് ഒരു ലൈനായിട്ട് വരണേ എല്ലാവരും. അവരുടെ എല്ലിൻ്റെയൊക്കെ എണ്ണ എടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ. ഇതാണ് അച്ചു. ലാസ്റ്റ് കണ്ണ് തുറന്നു കഴിയുമ്പോ ഇടി കിട്ടരുത് കേട്ടോ അച്ചുവിന്റെ കയ്യിൽ നിന്ന്. ഓരോരുത്തരെ പിടിച്ച് ഇതാണ് അച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രൂം ബ്രൈഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ അവിടെ നടന്നത് കേക്ക് കട്ടിംഗ് ആയിരുന്നു. കേക്ക് കട്ടിങ്ങിന് ഇതാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും വന്ന് കേക്ക് കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഓരോരോ പ്രോഗ്രാംസുകളായിരുന്നു. ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്ന പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ വീട്ടിലുള്ളവരുടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് പ്രോഗ്രാമിൻ്റെ ഒന്നും വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാൻസ് വീഡിയോസിൻ്റെ എല്ലാം വോയിസ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുണ്ട് കേട്ടോ. ഈ ഡാൻസിൻ്റെ എല്ലാം ഷോർട്സ് ആക്കി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ആക്ച്വലി കുറച്ചധികം ലാഗായിപ്പോയി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ. ഞാൻ വിചാരിച്ചതാണെല്ലാം എഡിറ്റ് ചെയ്ത് ഇട്ടതുമാണ്. പക്ഷേ കുറച്ച് എമർജൻസി കേസുകൾ വന്നതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇത്ര ലാഗായിപ്പോയത്. എന്നോട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഇടുന്നില്ലേ എന്ന്. ബാക്കി വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പക്ഷെ കുറച്ച് ബിസി ആയിപ്പോയി. അതാണ് വീഡിയോസ് ഇടാൻ വൈകിപ്പോയത്. ആദ്യത്തെ പ്രോഗ്രാം നമ്മുടെ ഗ്രൂമിൻ്റെ അമ്മയുടെ ഒരു പാട്ടായിരുന്നു. പക്ഷെ കയ്യടി ചോദിക്കും. അപ്പോ ഞാൻ പാടിയാൽ നിങ്ങളൊന്ന് കയ്യടിക്കണം കേട്ടോ. ചോദിച്ചു പാടിക്കണം. അപ്പൊ ശരി ഗൈസ്, തുടങ്ങാം. ഏത് മൂടാണ് നിങ്ങൾക്ക്? നമ്മൾ ഇത്രയും നേരം നല്ല എൻജോയ്മെന്റ് മൂടായിരുന്നു. ഈ മൂടെല്ലാം നമുക്ക് തന്നത് ആരാണ്? 2 ലൈൻ നമുക്ക് ഈശ്വരന് കൊടുക്കാം.
എന്ത് വാങ്ങിക്കുമ്പോഴും നമ്മളൊരു പങ്ക് ഈശ്വരന് കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഈശ്വരന് 2 ലൈൻ കൊടുക്കുന്നത്. സ്നേഹദീപമായി എന്നും നീ വിളങ്ങണം, നന്മ ചെയ്യുവാനെന്നും നീ കനിയണം, അറിവിനഗ്നിയാകണം, അഴലുകൾ അകറ്റണം നീ എന്നും. നെക്സ്റ്റ് നമ്മുടെ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു പെർഫോമൻസ് ആയിരുന്നു, ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ആളൊരു പ്രൊഫഷണൽ ഡാൻസറാണെന്ന് കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഇത് ഏത് പാട്ടാണെന്ന് മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വീഡിയോ എന്തായാലും ഷോർട്സ് ആക്കി പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പെർഫോമൻസ്. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. രാജേഷ് ചേട്ടൻ്റെ ഒരു നല്ല പാട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടിനൊക്കെ ശേഷം നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാനും കുഞ്ഞിപ്പെട്ടും കൂടി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ ഇറങ്ങി. ചേട്ടൻ അവിടെ സെർവിങ്ങിൻ്റെ ഭയങ്കര പരിപാടിയിലാണെന്ന് തോന്നുന്നു. പിന്നത്തെ പെർഫോമൻസ് അച്ചുവിൻ്റെയും അച്ഛൻ്റെ കസിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അച്ചുവിൻ്റെ ഹൽദിയുടെ ലാസ്റ്റ് പെർഫോമൻസ് നമ്മുടെ ഡാൻസ് ആയിരുന്നു. നമ്മുടെ ഡാൻസിനെ പറ്റി അത്യാവശ്യം നല്ല റിവ്യൂസ് എനിക്ക് യൂട്യൂബിലും കിട്ടി, അല്ലാതെയും കിട്ടി. എന്നെപ്പറ്റി അല്ലെങ്കിലും എക്സ്പെഷ്യലി നമ്മുടെ ചേട്ടനെ പറ്റിയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊന്നും ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ആരും നമ്മളെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. പോട്ടെ, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും നമ്മൾ അച്ചുവിൻ്റെ ഹൽദി അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ഹൽദിക്ക് പോയി. അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല ചേട്ടനും അതെ, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഹൽദിക്ക് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സംഗീത് വ്ളോഗാണ്. അത് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽദി വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.